ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ 25 വർഷമായി തുടരുന്ന CPIM ഭരണത്തിന് അവസാനമായി. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്നാണ് CPIMന് ഭരണം നഷ്ടമായത്. 3 CPIM അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ചു. 13 അംഗ പഞ്ചായത്തിൽ CPMന് 9ഉം UDFന് 4 അംഗങ്ങളാണുള്ളത്. ഇതിൽ 8 പേരാണ് അവിശ്വാസത്തെ അനുകൂലിച്ചത്. 3 CPM പ്രവർത്തകർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. കുട്ടനാട്ടിലെ CPMനുള്ളിലെ വിഭാഗീയ പ്രശ്നമാണ് ഭരണം നഷ്ടമാകുന്നതിലേക്ക് എത്തിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നിരുന്നു. വിഭാഗീയത രൂക്ഷമായതോടെ 300ഓളം CPM പ്രവർത്തകർ CPIയിലേക്ക് പോയിരുന്നു. രാജേന്ദ്രകുമാറിന്റെ ഒത്താശയോടെയാണ് ഇതെന്നായിരുന്നു ആരോപണം. ഭരണം നഷ്ടമായതിനു പിന്നാലെ CPMുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു. CPMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചു. ഒരു കാരണവശാലും CPMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസുമായി ചേർന്ന CPM നേതൃത്വത്തിന്റെ അവസരവാദ സമീപനം ജനം വിലയിരുത്തുമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് പോലും പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകുന്ന CPM ജില്ലാ നേതൃത്വം രാമങ്കരിയിൽ വിപ്പ് നൽകാതിരുന്നത് ഒത്തുകളിയുടെ ഭാഗമാണെന്നും TJ ആഞ്ചലോസ് ആരോപിച്ചു. ഭരണം നഷ്ടമായതോടെ CPMലെ വിഭാഗീയത മുന്നണി സംവിധാനത്തെയും പ്രതിരോധത്തിലാക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.